ഹലോ നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ പലരും കണ്ടു കാണാം, യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സമദ് ബിരിയാണി മസാല. അവർക്ക് യൂട്യൂബ് ചാനൽ കണ്ടെന്ന് ഒരുപാട് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു സമദ് ബിരിയാണി മസാല ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്, ഇത് വെച്ച് ബിരിയാണി ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഞാൻ ഇന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ബിരിയാണിയുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മില്യൺ വ്യൂസ് ഒക്കെ വന്നിട്ടുള്ള ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ബിരിയാണി എന്നും പറഞ്ഞ് ഇൻസ്റ്റയിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തിരിക്കാം, കാണുന്നവർക്ക് അതും കാണാമല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ, അതായത് ആ റെസിപ്പിയും സമദ് ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി, അതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ചെയ്ത ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം 1 കിലോ ചിക്കനാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1/2 കിലോ സവാള എടുത്ത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്ത് വയ്ക്കാനുള്ളത്. നമ്മൾ ഇതിൽ സവാള അല്ലാതെ ചേർക്കുന്നില്ല, ഈ ഗോൾഡൻ ഫ്രൈ ചെയ്ത സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് തന്നെയാണ് ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകതയും. അപ്പോൾ ഇനി അടുത്ത കാര്യത്തിലോട്ട് പോകാം. ബിരിയാണിക്കായി 1 കിലോ ചിക്കനാണ് ഇവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ പിങ്ക് സാൾട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. അത് ആവശ്യാനുസരണം നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ യോഗട്ട്, 1 നാരങ്ങയുടെ നീര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ. ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് അടുത്ത പ്രോസസ്സ്. ഇനി ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിരിക്കുകയാണ്. നേരത്തെ അരമണിക്കൂർ മുന്നേ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസുകളെല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അടുത്ത പരിപാടി. ഏകദേശം 8 മിനിറ്റോളം ഞാനിത് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1/4 വേവ് മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി ഇത് ദമ്മിനകത്ത് കുക്കായിക്കോളും എന്നാണ് കരുതുന്നത്. ഇനി മസാല തയ്യാറാക്കുകയാണ്. പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 5 പച്ചമുളക് കൂടി അരച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റുക. അതിനുശേഷം 2 തക്കാളി സ്ലൈസുകളാക്കിയത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഗോൾഡൻ ബ്രൗണായി വറുത്തെടുത്ത് വെച്ച നമ്മുടെ സവാള കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില അത് ചെറുതായി അരിഞ്ഞത് 2 പിടിയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ സമദ് ബിരിയാണി മസാല അത് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ തൈര്, അത് കൂടുതൽ പുളിയില്ലാത്തതാണ് നല്ലത്. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 നാരങ്ങയുടെ നീരൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസുകളാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പ് നോക്കുന്നുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 4 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി റൈസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ബിരിയാണി പോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 10 ഗ്രാമ്പു, 5 ഏലക്ക, 4-5 പട്ട, 3 ബേ ലീഫ്, 2 തക്കോല ഇതെല്ലാം ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കുതിർത്ത് വെച്ച കൈമ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. കൈമ റൈസിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിന് ചൂടായ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ റൈസ് എല്ലാം ഒന്ന് കുക്കായി വെള്ളം ഒന്ന് പൂർണ്ണമായിട്ട് വരേണ്ട, ഏകദേശം വെള്ളം എല്ലാം വറ്റി വരുന്നവരെ നമ്മൾ കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. ബിരിയാണി പോട്ടിൽ നിന്ന് റൈസ് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബേസ് ആയിട്ട് കുറച്ച് റൈസ് മാത്രം ഇട്ടിട്ടുണ്ട്. നമ്മുടെ മസാല കുറച്ച് തിക്കാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ റൈസ് ബേസ് ആയിട്ട് ഇട്ടിരിക്കുന്നത്, കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ മസാല ഇട്ട് മസാലയുടെ മുകളിൽ വീണ്ടും റൈസ് ഇട്ടിട്ടുണ്ട്. പിന്നെ പുതിന, മല്ലിയില, കറിവേപ്പില, പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒണിയനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ റൈസ് ഇടുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്, കിസ്മിസ്, അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത നമ്മുടെ സവാളയും അതുപോലെ തന്നെ നമ്മുടെ പുതിന, മല്ലിയില, കറിവേപ്പിലയൊക്കെ ഇട്ട് മഞ്ഞപ്പൊടി പാലിൽ കലക്കിയെടുത്തത് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി അതും കൂടെ ചേർത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമ്മൾ ഏകദേശം അരമണിക്കൂർ ചെറിയ തീയിൽ ഇത് ദം ചെയ്തെടുക്കുകയാണ്.
അങ്ങനെ നമ്മുടെ സമദ് ബിരിയാണി നമ്മൾ റെഡിയാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ മസാല അങ്ങനെ ഒരുപാട് ഗ്രേവിയൊക്കെ ഉള്ളൊരു മസാലയൊന്നുമല്ല, എന്നാലും ചിക്കനിൽ പുരണ്ടിരിക്കുന്ന രീതിയിലൊക്കെയാണ്. ഒരുപാട് ചിക്കൻ്റെ പീസൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം കഴിച്ച് തീർത്തോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യട്ടെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും നല്ല രസമുണ്ട് അല്ലേ? നല്ല പുളിപ്പുണ്ട്, ഒരു ടാങ്കി ടേസ്റ്റ് വന്നിരിക്കുന്ന ആ യോഗട്ട് ചേർത്തുണ്ട്. ടാങ്കി ടേസ്റ്റ് ആണ്. അതിന്റെ ഫ്ലേവർ ഒക്കെ ഉണ്ട്. ആ ഒരു മസാലയുടെ ഫ്ലേവർ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മസാല ഒക്കെ ഡിഫറെന്റ്. റൈസ് എല്ലാം തന്നെ ഇങ്ങനെ വിട്ട് കിടക്കുന്ന രീതിയിലാണ്. ഒരു പെർഫെക്റ്റ് മസാലയാണ്. ഓവറായിട്ട് മസാലയുടെ കുത്തൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ചിക്കനും നമ്മുടെ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇൻസ്റ്റഗ്രാം റെസിപ്പി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒടിയൻ ഫ്രൈ ചെയ്തെടുത്താണ് ഇതിൻ്റെ മസാല എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പിന്നെ വലിയ സ്വീറ്റ് സൈഡൊന്നും പോയിട്ടൊന്നുമില്ല അല്ലേ? സ്വീറ്റ് ആയിട്ടൊന്നും വന്നില്ല. ഒടിയൻ ഫ്രൈ ചെയ്താൽ അങ്ങനെ ആൾക്കാർ വിചാരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സ്വീറ്റ് ആയി പോകുന്നു. അങ്ങനെയൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആണ്. വായിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, കഴിച്ചോളാൻ വയ്യ. അപ്പോൾ വീഡിയോ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ തൽക്കാലം ഈ ബിരിയാണി ഇങ്ങനെ കഴിച്ച് നോക്കുന്നത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പ്രത്യേകിച്ച് സമദ് മസാല വാങ്ങി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ നല്ലോണം ഇഷ്ടപ്പെടും. ഉറപ്പാണ്, അത് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ പലതരത്തിലുള്ള മസാലകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ കാണാം. സൈനിങ് ഓഫ്.